ഇന്നത്തെ എൻ്റെ ഒരു ലഞ്ചിന് ഊണിന് എന്തൊക്കെയുള്ളതെന്നാണ് കേട്ടോ പറയണത്. പാവയ്ക്ക തീയൽ നല്ലോണം എന്താ പറയുക ഡാർക്ക് ബ്രൗൺ ആവണത് വരെ നല്ല അസലായിട്ട് വറുത്തരച്ച് വച്ചിട്ടുള്ള പാവയ്ക്ക തീയലാണ്. ഇതിന് മുമ്പ് ഞാൻ ഉള്ളിത്തീയൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ചേർക്കാത്തത് കേട്ടോ. ഇനി എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാണ് തീയലിൻ്റെ കൂടെ ഈ ഒരു ഉരുളക്കിഴങ്ങ് തൈര് കറി, അതായത് പൊട്ടറ്റോ കേർഡ് കറി. അതിൽ ആ പച്ചമുളക് ഇതിൻ്റെ കൂടെ തിരുമ്പി ഈ ഒരു തീയലും ഒരു കഷ്ണം കടുമാങ്ങയും കൂട്ടി കഴിക്കാനായിട്ട് നല്ല ഉഗ്രൻ സ്വാദാണ് കേട്ടോ. കൊതിപ്പിക്കാൻ വേണ്ടി പറയല്ല, ശരിക്കും തീയൽ പ്ലസ് ഈ ഒരു പൊട്ടറ്റോ കേർഡ് കറി, പുളിയില്ലാത്തത്. അപ്പോൾ ഈ ഒരു തീയലിനാവുമ്പോഴേ നമുക്ക് സാമ്പാറിനും പുളിങ്കറിക്കും ഉള്ള അത്ര പുളി ഉണ്ടാവില്ല. പുളി ചേർക്കില്ല എന്നല്ല, എന്നാൽ അത്ര പുളി ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ പൊട്ടറ്റോ കേർഡ് കറി എന്ന് പറയുമ്പോൾ പുളിയില്ലാത്ത നല്ല തിക്കായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ഒരു കറിയാണ് അതും. അപ്പം ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഒരു എക്സലൻറ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ഞാൻ കൊതിപ്പിക്കാൻ വേണ്ടി പറയല്ല, ഇങ്ങനെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കൂ. 3 ഇടത്തരം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് നമ്മൾ വെള്ളത്തിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലി കളയുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു എന്താ പറയുക പൊട്ടറ്റോ കേർഡ് കറിയുടെ കാര്യം പറയുമ്പോൾ ഇത് എൻ്റെ ഒരു എന്താ പറയുക രീതിയിലാണ് കേട്ടോ ഞാനിത് ചെയ്തെടുക്കണത്. പലപ്പോഴും നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഇതുപോലെ പൊട്ടറ്റോ കേർഡ് കറി അവർ ചെയ്യണ സമയത്ത് ജീരകം പെരുംജീരകം ഒക്കെ വറുത്തിട്ടിട്ട് ഒരുപാട് മസാലപ്പൊടികൾ, പ്രത്യേകിച്ച് ഈ ചാറ്റ് മസാലയൊക്കെ തൈരിൽ ചേർത്തിട്ടുള്ളതാണ് അവരുടെ ഒരു വേർഷൻ. അതിനെ ഞാൻ നമ്മുടെ നാടൻ രീതിയിലേക്ക് മോഡിഫൈ ചെയ്തിട്ടാണ് ചെയ്യണത്. കാരണം എനിക്ക് ഈ തൈരിൻ്റെ കൂടെ മസാല ചേർന്നത് എനിക്ക് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ജീരകമോ ചാറ്റ് മസാലയുടെ ഒന്നും സ്വാദ് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഇത് നവരാത്രിക്കാലാണ്, അപ്പം നമുക്ക് ഉള്ളി വെളുത്തുള്ളി ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഒരു എളുപ്പക്കൂട്ടാൻ കൂടിയിട്ടാണ് കേട്ടോ അത്. ഇനി അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത് ഇത് ഉടയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ കഷ്ണങ്ങൾ കിടന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒന്ന് ഉടച്ചെടുക്കാം. ഇനി വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത്. ചീഞ്ചട്ടി നന്നായിട്ട് ചൂടാവുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ. ഇനി നമ്മൾ ഇതിലേക്ക് വറുത്തിടുകയാണ് ചെയ്യണത്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉലുവ. പിന്നെ വേണ്ടത് കടുകാണ്. 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കടുക്. കടുകും ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളകാണ്. നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. പച്ചമുളക് ഒന്ന് കീറിയിട്ട് ഒരു 4-5 എണ്ണം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുക. അതുപോലെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർക്കുക. ഇനി ഈ ഉരുളക്കിഴങ്ങിലേക്ക് മാത്രം ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർത്താൽ മതി. ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം കേട്ടോ. അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് തൈര് ചേർക്കേണ്ടത്. തൈര് ചേർക്കുമ്പോൾ നല്ല കട്ടി തൈര്, അധികം പുളിയില്ലാത്ത, ഒറൊഴിച്ചിട്ട് ഒരുപാട് സമയമായി കഴിഞ്ഞാൽ പുളി കൂടുമല്ലോ, അങ്ങനെ അല്ലാത്ത തൈരാണ് ഇതിന് നന്നാവുക. ഒരുപാട് പുളിയായിട്ടുണ്ടെങ്കിൽ അത് മാച്ച് ആവില്ല. ഇനി ഒരു കായപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ. വളരെ കുറച്ച്, സാധാരണ നമ്മൾ ചേർക്കണ പോലെ ഒരു 1/2 ടീസ്പൂൺ ചേർക്കണ്ട, ഒരു 1/4 ടീസ്പൂൺ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം എന്താ വെച്ചാൽ പച്ചക്കാണ് നമ്മൾ ഈ ഒരു കായപ്പൊടി ചേർക്കണത്, ആ ഒരു വാസനയാണ് വേണ്ടത്. ഇനി തൈരിലേക്കുള്ള ഉപ്പും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിലുള്ള ഒരു പൊട്ടറ്റോ കേർഡ് കറിയാണ് ഇത്. എന്തായാലും നമുക്ക് ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. തൈര് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാണ്. തൈര് കൊണ്ട് എന്തുണ്ടാക്കിയാലും നമ്മളൊക്കെ കഴിക്കില്ലേ, പച്ചടി കിച്ചടി. ഇത് അങ്ങനെ തേങ്ങയൊന്നും ഇല്ലാതെ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ കറി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എരിവിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇതുപോലെ ഈ ഒരു തൈരിൽ കുതിർന്നിട്ടുള്ള പച്ചമുളക് അങ്ങോട്ട് ചാലിച്ച് കഴിക്കുമ്പോൾ നല്ല അസല സ്വാദുമാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ടിട്ടില്ലാത്തവരും അറിയാത്തവരും എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോളൂ. ഒരിക്കലും എന്താ പറയുക നിരാശരാവില്ല, അത് എൻ്റെ ഉറപ്പാണ്. അപ്പോൾ പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.